വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ ഹെവി ഫാബ്രിക്കിലുള്ള, അതായത് ക്രഷ് ഫാബ്രിക്കിൽ തന്നെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വരുന്നത് കുറച്ചുകൂടെ ഹെവി ഫാബ്രിക് ആണ്. ഇതിൽ ഫുള്ളി സെൽഫ് ടോണിൽ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന കളക്ഷനാണ്. ഇതിലും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഒരു ഗ്രീൻ്റെ ഉണ്ട്, ഒരു ലൈറ്റ് യെല്ലോടെ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു പീച്ച് പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട്. പീച്ച് അല്ല, ഒരു ബീച്ച് പിങ്ക് കളർ ഷെയ്ഡാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ബീച്ച് പിങ്ക് കളർ ഷെയ്ഡ് ഇതുണ്ട്. സെൽഫ് ടോണിൽ തന്നെ ഫുള്ളി എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നുണ്ട്. വളരെ ഹെവി വർക്ക് ആണ്. വിത്ത് ലൈറ്റ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മാത്രം ലൈറ്റ് ആയിട്ട് സീക്വൻസിങ് പോയിരിക്കുന്നു. ടോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഹെവി വർക്ക് വന്നേക്കുക. ബാക്ക് ജസ്റ്റ് ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന ആണ് ബാക്ക് ഇതുണ്ട്. ഇങ്ങനെ വരും എൻ്റെ, അതായത് ഒരു ഓർഗൻസയുടെയൊക്കെ, ഓർഗൻസ അല്ല എന്നാലും ഓർഗൻസയൊക്കെ പോലെ നിൽക്കുന്ന ആ ക്രഷ്ടിൻ്റെ തന്നെ പുതിയൊരു ഫാബ്രിക്കാണ്, ഹെവി ഫാബ്രിക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ നമുക്കൊരു ഓർഗൻസ ഫീൽ വരുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്. ഇത് ടോപ്പ്. ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ലൈറ്റ് ആയിട്ട്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസയുടെ ഒരു ക്രഷ്ഡ് ഫോമിലാണ് ഇത് വരുന്നത്. അതിലും ഫുൾ എംബ്രോയിഡറി വർക്കാണ്. രണ്ട് ബോർഡേഴ്സും ഇടയ്ക്കൂടെ എല്ലാം ഫുള്ളി വർക്ക് വന്നിരിക്കുന്ന സെറ്റ്. ഇതിലെ സെക്കൻഡ് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഭയങ്കര ഹൈലൈറ്റഡ് അല്ല, കുറച്ചുകൂടെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. സോ ഇത് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവും. ഭയങ്കര ഇടിവെട്ടായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡല്ല, അതുകൊണ്ട് തന്നെ ഫുള്ളി എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ എംബ്രോയിഡറി വർക്ക് വിത്ത് ലൈറ്റ് സീക്വൻസ് പോലെ നിൽക്കും. ഓവറോൾ ലുക്ക് ഇത് നമുക്ക് ഫംഗ്ഷൻ വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്കാലപ്പ് ഫിനിഷ്ഡ് ബോർഡറാണ്, ഫുള്ളി എംബ്രോയിഡറി ബോർഡർ. ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ഓൾ ഓവർ ദുപ്പട്ടയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ നോക്കി, ഇത് യൂഷ്വലി കാണുന്ന യെല്ലോ അല്ല, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. റേറ്റ് 1480, 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. എന്നിട്ട് കുറച്ചും കൂടെ ഒരു ഡസ്റ്റി ഫിനിഷ് വന്നിരിക്കുന്ന ഗ്രീൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. മീൻ ഗ്രീനിലൊരു ഡസ്റ്റി ഫിനിഷ് വന്നിരിക്കുന്ന ഇച്ചിരി റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ്. വർക്ക് പാറ്റേൺ സെയിം, ഹെവി എംബ്രോയിഡറി സ്റ്റൈലാണ്. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ കണ്ടിട്ട്. ഭയങ്കര എൻക്വയറി ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസ്. നമ്മൾ ഒരുപാട് ഡിസൈൻസ് ഇങ്ങനത്തെ തന്നെ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഡിസൈൻസിൽ ചിലപ്പോൾ ഫാബ്രിക്സ് ഒരു പക്ഷേ ചിലപ്പം ചിലതിലെല്ലാം സെയിം ആയിരിക്കും, ബട്ട് ഡിസൈൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഓരോന്നിലും വരുന്നത്. അതുപോലത്തെ ഒരുപാട് പാറ്റേൺസ്, വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓവറോൾ ലുക്ക് സാൻഡൂൺ ഫാബ്രിക്കിലാണ് ഇതിൽ ബോട്ടം. സെയിം കളർ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ്. ഓർഗൻസ ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർഗൻസയുടെ ഒരു ഫോം ആണ് ഇത് വന്നിരിക്കുന്നത്. അതിലാണ് ക്രഷ്ഡ് ചെയ്തേക്കുന്നത് വിത്ത് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ടോപ്പും ദുപ്പട്ടയും. അടുത്ത കളർ ഷെയ്ഡ്, ഇതിൽ 4 കളർ ഷെയ്ഡ്സേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് വൺ. ബ്ലൂവിൻ്റെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ഭയങ്കര ഇതിലെല്ലാം ലൈറ്റ്, ഇപ്പോൾ യെല്ലോ ആണെങ്കിലും യെല്ലോടെ തന്നെ ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡാണ് ബ്ലൂ. ഈ ഒരു ബ്ലൂ എന്ന് പറഞ്ഞാലും ലൈറ്റ് പീസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. ബ്രൈഡൽ പീസ്റ്റൽ കളേഴ്സ് ഉള്ള, അങ്ങനെ ഈ ലെഹങ്കയിലൊക്കെ വരുന്ന അങ്ങനത്തെ ടൈപ്പ് പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. ഇങ്ങനെ സെയിം പാറ്റേൺ ഓഫ് വർക്ക്, ഫുള്ളി എംബ്രോയിഡറി വരുന്ന ടോപ്പ്. ദുപ്പട്ടയാണെങ്കിലും വളരെ ഹെവിയാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉള്ളത്. ഇതിലൊക്കെ ലിമിറ്റഡ് കളർ ഷെയ്ഡ്സ് ആണ് യൂഷ്വലി വരിക. 1480 പ്രൈസ് റേഞ്ച്. സോ ഇത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.